ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമാൻ കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ചിക്കൻ ദം ബിരിയാണിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തത്. നല്ല കഴുകി വൃത്തിയാക്കിയ മീഡിയം സൈസ് വലിപ്പമുള്ള ചിക്കനാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കഷ്ണമാക്കാം. വലിയ കഷ്ണമാകുമ്പോൾ വേവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ആണ്. എപ്പോഴും ബിരിയാണിക്കൊക്കെ നല്ല എനിക്ക് തോന്നിയത് മീഡിയം സൈസ് വലിപ്പമുള്ള കഷ്ണമാണ്. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യണമൊന്നുമില്ല. ഇത് മസാലയിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 75% നമ്മൾ വേവിച്ചെടുക്കും. 5 സവാളയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതിൽ മീഡിയം സൈസ് വലിപ്പമുള്ള 4 എണ്ണം നമ്മൾ മസാല ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയാണ്. ഒന്ന് നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. ഇനി നമ്മൾ ഇതിലേക്ക് 5 തക്കാളിയാണ് എടുക്കണേ. ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 5 എണ്ണം എടുക്കണേ. മീഡിയം സൈസ് വലിപ്പമുള്ളതാണ്, 4 എണ്ണം മതി. ഇതിലേക്ക് വെളുത്തുള്ളി 2 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ളതാണ്. ഞാൻ പച്ചമുളക് മാത്രമാണ് എരിവിന് ഉപയോഗിക്കുന്നത്. കുരുമുളക് പൊടിയോ വേറെ മസാല മുളക് പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വെളുത്തുള്ളീൻ്റെ പകുതി ഇഞ്ചിയാണ് എടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം, വെളുത്തുള്ളിയുടെ നേർപകുതി. മസാല ഉണ്ടാക്കാൻ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. മല്ലിയിലേൻ്റെ അത്ര തന്നെ പുതിനയിൽ മസാലയിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ജീരകശാല അരി കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കണേ. കണ്ടില്ലേ, ചെറിയ അരിയാണ് ജീരകശാല അരി. നമ്മളെ ചെറിയ ജീരകത്തിൻ്റെ ഒക്കെ അത്രയും വലിപ്പമുള്ള അരിയാണ്. ഈ അരിയാകുമ്പോൾ ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി സൺഫ്ലവർ ഓയിൽ, മെൽമാഗി, ഒരു ചെറുനാരങ്ങ, ബിരിയാണി മസാല കുറച്ച് പാകത്തിന്, പിന്നെ 1 കപ്പ് തൈര്. ഇതാ നമ്മൾ 4 സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 സവാള നമ്മൾ ചെറുത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല നേർമയായി അരിഞ്ഞെടുക്കുന്നതാണ്. ഇപ്പോൾ അതാ നമ്മൾ തക്കാളി നല്ലപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുതിനയില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയില നമ്മൾ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും. മല്ലിയിലയും പുതിനയിലയും ഒരേ അളവിലാണ് മസാലയിലേക്ക് ചേർക്കുക. ലെമൺ ജ്യൂസ്. ഇനി ഒരു അടി കട്ടിയുള്ള ഒരു പാത്രമാണ് നമ്മൾ ബിരിയാണി മസാല തയ്യാറാക്കണേ. അതിൽ 250 ml സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാണ് സമയത്ത് നമ്മൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായി എരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുത്ത് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുകയാണ്. നല്ല പോലെ വഴറ്റിയെടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട. നല്ല പോലെ ഇതാ കണ്ടില്ലേ, നല്ല പോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൊണ്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 4 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ്. തക്കാളി മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മളെ മസാല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സമയത്ത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ ഇത് തുറന്ന് വെക്കുന്ന സമയത്ത് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ സമയത്ത് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പുതിനയിലും മല്ലിയിലൊക്കെ നമ്മൾ ഒരേ അളവിലാണ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് വരെ നമ്മൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് മല്ലിയിലും പുതിനയിലൊക്കെ ഈ സമയത്ത് നമ്മൾ ചേർക്കണം എന്നില്ല. ഇനി ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ചേർത്താലും മതി. ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലായാൽ നമ്മൾ റൈസിന് അധികമായിരിക്കും മഞ്ഞ കളറ്. ഇനി 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല, ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ്. ഇനി കുറച്ച് നമ്മൾ റൈസ് ബിരിയാണി ദമ്മിടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയൊന്നും. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വൃത്തിയാക്കി കഴുകി വെച്ച 1 കിലോ ചിക്കന്
നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുകയാണ്. ഇത് എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചെടുക്കുകയാണ്. 1 കപ്പ് തൈരാണ് ഞാൻ 1 കിലോയ്ക്ക് എടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ ഈ സമയത്താണ് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കേണ്ടത്. ചിക്കനിലൊക്കെ നല്ലോണം പിടിക്കാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് ഇത് വേവിക്കാൻ വെക്കുകയാണ്. ചിക്കൻ മസാലയൊക്കെ ഇടുന്ന് നല്ല പോലെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഒരു 75% വെന്താൽ മതി. ബാക്കി 25% നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് വെന്തോളും. അപ്പോൾ നമ്മൾ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നെയ്ച്ചോറാക്കി വെക്കില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ചധികം വെള്ളം വെച്ചിന്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ലെമൺ ജ്യൂസ് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഒരു ലെമൺ ജ്യൂസിനെ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇതാ നമ്മളെ വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് അപ്പോൾ തന്നെ ഊറ്റിയെടുത്ത അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല ജീരകശാലേൻ്റെ അരിയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. നമ്മൾ അരിയൊക്കെ ഇട്ട് നല്ല തള വരുന്ന ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് നോക്കി ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇതിൽ ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ നമ്മളെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. റൈസ് ഒരു 75-80% വെന്താൽ മതി. ബാക്കി നമ്മൾ 10 മിനിറ്റ് ദം ചെയ്യണ സമയത്ത് വെന്തോളും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ഒരു ഒനിയൻ എടുത്ത് വെച്ചിനല്ലോ, അതാണിത്. നമ്മൾ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മിൽമാഗി ഒഴിച്ച് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ നേരത്തെ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിൽമാഗിയിലാണ് വറുത്തെടുക്കുന്നത്. ഉള്ളി ഒരു ബ്രൗൺ കളറാണ് സമയത്ത് നമ്മൾ അതിലേക്ക് അണ്ടി മുന്തിരി എടുത്തിട്ട് ഒരുമിച്ചാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ റൈസൊക്കെ ഇവിടെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ഉള്ളരി കടി മാറുന്ന സമയത്തേന് നമ്മൾ ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്തിട്ട് നേരെ നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന മസാലയിലോട്ട് തന്നെ അരിപ്പ കൊണ്ട് ഊറ്റിയിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇത് ഒരു അരമണിക്കൂർ ദം ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയത്ത് ബാക്കിയുള്ളത് വേവും. ഒരു 75-80% തന്നെയാണ് രണ്ടും വെന്തിട്ടുള്ളൂ. ഇറച്ചിയും റൈസൊക്കെ വെന്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനും കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു നുള്ള് ബിരിയാണി മസാല കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അണ്ടി മുന്തിരിയൊന്നും ചേർത്തിട്ടില്ലെങ്കിലോ ഫ്രൈ ചെയ്ത ഒനിയനൊന്നും ഇല്ലെങ്കിലോ നല്ല ടേസ്റ്റാണ് ബിരിയാണി. നല്ല കിടു ബിരിയാണിയാണിത്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച മിൽമാഗി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നമ്മൾ 250 ml ഓയിൽ നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് ഗീയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർക്കാൻ മറന്നുകൊണ്ട് പിന്നെ തുറന്നിട്ട് അപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് മൂടി വെച്ച് ഒരു അരമണിക്കൂർ ദം ചെയ്തെടുക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് റൈസും ഇറച്ചിയൊക്കെ മാറ്റി പിന്നെ മസാല ഇട്ട് റൈസ് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ സമയം 1 മണിക്കൂർ വെച്ചാൽ എത്ര 10 മിനിറ്റ് സമയമില്ലെങ്കിൽ വെച്ചാലൊക്കെ മതി കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ച് എന്നാൽ എത്ര അധികം വെക്കണം അത്രയും ടേസ്റ്റാണ് നമ്മളെ ബിരിയാണി. അപ്പോൾ നമ്മൾ ചിക്കൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് റൈസ് ആയിട്ട് മസാല മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റായി അറിയിക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത് നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിലാണ് നമ്മളെ മലബാർ ചിക്കൻ ദം ബിരിയാണി ഞാൻ ഇവിടെ ട്രൈ ചെയ്തത്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.